ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് റൂട്ടീനാണ്. ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നാളെയാണ് നമ്മുടെ ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയറെ സംബന്ധിച്ച് നമുക്കൊരു ജേർണൽ ചെയ്യാൻ വിചാരിച്ച. സോ ദിസ് ഈസ് മൈ 2025 ലാസ്റ്റ് പേജാണ് ഈ ഒരു ഡോട്ട് പേജ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഇന്ന് ജേർണൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു യെല്ലോ സ്റ്റിക്കി നോട്ടാണ്. സോ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. ആ ഒരു സ്റ്റിക്കി നോട്ടിനെ എങ്ങനെയൊക്കെയാണ് ഞാൻ കിടർത്തി പിന്നെ സ്റ്റിക്കി നോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് തോട്ട്സ് ചെയ്താനാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു 2026 എന്ന് എഴുതാണ്. സോ 2026 എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിത് 2025 തന്നെ എന്തിനോ വേണ്ടി ലാസ്റ്റ് ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിക്കുക, അതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ അതങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നന്നായി എന്നാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. ഞാനതിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ ബാക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഗ്ലൂ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് എവിടെ സ്റ്റിക്ക് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്തെ പേജിൽ സ്റ്റിക്ക് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ അവിടെ സ്റ്റിക്ക് ചെയ്തപ്പോൾ ഒരു സുഖം കിട്ടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ അപ്പുറത്തെ പേജിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ന്യൂ ഇയറിൻ്റെ പ്ലാൻസ് ലാസ്റ്റ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ ഒരു വിഷൻ ബോർഡ് ഒരു കുഞ്ഞൊരു നോട്ടിൽ എഴുതി വെക്കുന്നത്. ഈ ഒരു കുഞ്ഞു നോട്ടിൽ എഴുതി വെച്ച് ആ പേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അപ്പുറത്തെ പേജിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബാക്കി മൊത്തം തോട്ട്സ് ആയിരുന്നു. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട്, ഇതാണ് ആ വിഷൻ ബോർഡ് കേട്ടോ. കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ഒരു ജേർണലിൽ സ്റ്റിക്കേഴ്സാണോ കൂടുതൽ അതോ തോട്ട്സാണോ കൂടുതൽ വേണ്ടത് എന്ന്. സോ ഐ സേ ടു യു ദാറ്റ് ഈസ് ഐ തിങ്ക് ഓൾ ആർ തിങ്കിങ് ദിസ് വൺ. എന്തായാലും ഈ ഒരു ജേർണലിൽ തോട്ട്സാണ് നിർബന്ധം. സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ തോട്ട്സാണ് നിർബന്ധം ഈ ഒരു ജേർണൽ മീൻസ് അന്നത്തെ സാഡോ ഓർ that day sad, that day special day you can write that, or sad day, very angry, അങ്ങനെ ഒരു സാറ്റിസ്ഫൈ മെമ്മറബിൾ ഡേ അങ്ങനത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ മറക്കാനാവാത്ത അൺഫോർഗറ്റബിൾ ഡേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഈ ഒരു അറ്റ് ലാസ്റ്റ് ഐ തിങ്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ടൈം 8:45 ആണ്. 8:45 ആയതുകൊണ്ട് ഞാനവിടെ അന്ന് ആ ഒരു ടൈം എഴുതി കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അന്നത്തെ ഡേറ്റ് ഏറ്റവും ടോപ്പിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. ടോപ്പിൽ ഡേറ്റൊക്കെ എഴുതി കൊടുത്തു. അറ്റ് ലാസ്റ്റ് ഐ പുട്ട് മൈ സൈൻ. ഇങ്ങനെയൊന്നുമില്ല സൈന്. എനിക്ക് അറിയുന്ന പോലെയൊക്കെ എൻ്റെ സൈൻ ഇട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ഇതിപ്പോൾ ഒരു കുഞ്ഞ് സൈനാണ്, എപ്പോഴും ഇടുന്നൊരു സൈനാണ് ഇട്ടത്. ഇടയ്ക്കിടയ്ക്ക് വേറെ സൈൻ ഇടലുണ്ട്. പിന്നെ ഒരു മുടിയൊക്കെ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേലിൽ ക്രാബ് ഇടാൻ വിചാരിച്ചു. എനിക്ക് എപ്പോഴും ഈ ഒരു ക്രാബ് ഇടലുണ്ട്. എനിക്ക് ക്രാബ് ഇട്ടാലാണ് എൻ്റെ ഒരു നല്ലപോലെ എനിക്ക് തോന്നുക, അല്ലെങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല. ഇതൊരു മിനി ക്രാബാണ്. ഇത് മേടിച്ചിട്ടുള്ളത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ. പിന്നെ കുറച്ച് ഷോപ്പ്. അടുത്ത പണി എന്ന് പറയുന്നത് പേപ്പർ സോപ്പ്. ഈ ഒരു പേപ്പർ സോപ്പിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പേപ്പർ സോപ്പ് ഞാൻ മേടിച്ചിട്ടുള്ളത് ആ ട്രെൻഡിൽ തന്നെയാണ്. ദിസ് ഈസ് മൈ 2024. ഈ ഒരു 2024 ഈ ഒരു വന്ന് ഈ ഒരു പേപ്പർ സോപ്പ്. ഈ ഒരു പേപ്പർ സോപ്പ് എൻ്റെ അടുത്ത് അന്ന് 2 പേപ്പർ സോപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ബ്ലൂവും ഒന്ന് പിങ്കും. ഈ ഒരു അത് ബ്ലൂ ഞാൻ മേടിച്ചതാണ്. പിങ്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരു ഹൊറർ മൂവിയുണ്ട്. ഇതാ ദേഹി. ഈ ഒരു ദേഹി കാണുന്ന സമയത്ത് എനിക്ക് പറഞ്ഞത് കേട്ടില്ല. ദേഹി എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ ഒരു പേടി തോന്നി. പിന്നെ ദിസ് ഈസ് നോട്ട് എ ടുലിപ്പ്. ഇതൊരു ടുലിപ്പല്ല സത്യം പറഞ്ഞത്, അതൊരു സാധാ ഫ്ലവറാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ ഈ ടുലിപ്പ് ആക്കിയതാണ്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു സാധാ ഫ്ലവറാണ്. പിന്നെ കുറേ പേർക്ക് ഡൗട്ടും വന്നിട്ടുണ്ട് ഇത് ക്രോഷ്യാണ് ക്രോഷ്യ അല്ല എന്ന്.
ദാറ്റ് ഈസ് ക്രോഷ്യ. പിന്നെ ഞാനിപ്പോൾ ക്രോഷ്യൻ്റെ വീഡിയോ ഒന്നും ഇടലില്ല. സത്യം പറഞ്ഞാൽ നാളെയാണ് ന്യൂ ഇയറിൽ ഞാൻ ക്രോഷ്യ ചെയ്യുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മൈ ക്രോഷ്യറ്റ് ഹുക്ക് ഈസ് മിസ്സിങ്. എൻ്റെ ക്രോഷ്യൻ്റെ ഹുക്ക് മിസ്സാണ്. സോ എങ്ങനെയാണത് മിസ്സായത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പിന്നിൽ വലിയ ഒരു ചെറിയ സ്റ്റോറി. ഇപ്പം അടുത്ത് മിസ്സായിട്ടുള്ളൂ. ഞാനൊരു കടയ്ക്ക് പുറത്ത് പോകാൻ നേരത്ത് ഞാൻ ആ ഹുക്ക് എടുത്തിരുന്നു. എനിക്ക് കാറിലിരുന്ന് ചെയ്യുന്ന നല്ല ഇഷ്ടമാണ്. അപ്പോൾ കാറിലിരുന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെ മിസ്സായതാണ്. ഇപ്പോൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രിപ്പയർ കണ്ടവർക്ക് അറിയാം എൻ്റെ റുട്ടീൻസ് ഞാനൊരു പേജിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ റുട്ടീൻസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് താഴെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് എടുക്കണം. അപ്പോൾ അതെടുക്കാൻ പോയതാണ്. പിന്നെ നേരെ താഴത്തേക്ക് പോയിട്ടോ. പിന്നെ അവിടുത്തെ ഒരു തലേനൊക്കെ വെച്ച് എനിക്ക് കിടക്കാനുള്ള സെറ്റാക്കി. പിന്നെ ഞാനൊരു ക്യൂട്ട് എസ്തെറ്റിക് ബോട്ടിലൊക്കെ പോലെ ഉണ്ടാക്കിയതാണ്. വാട്ടർ ഇട്ടു. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി കാണുന്നതാണ് ട്യൂഷൻ വീട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതും കണ്ടു. ഇനി ഒരു നൈറ്റ് റൂട്ടീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ബൈ ബൈ, സീ യു.